നാളെ 75-ാം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള 16-ാം വാർഡ് ശ്രദ്ധേയമാകുന്നു. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച വാർഡാണിത്. പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാലയുമായി ചേർന്നാണ് മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത നൽകുക എന്ന ലക്ഷ്യം കൈവരിച്ചത്. പള്ളിച്ചൽ കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത്, മലയിൻകീഴ് മാധവകവി കോളേജിലെ NSS യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഭരണഘടനാ സാക്ഷരതാ യജ്ഞം നടപ്പിലാക്കിയത്. ഭരണഘടനാ സാക്ഷരത കൈവരിക്കുക എന്നത് പ്രധാനമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിബീഷ് പറഞ്ഞു. ഭരണഘടന അറിയുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആവശ്യമാണ്. പക്ഷേ ഭരണഘടനാ സാക്ഷരത നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാക്ഷരരാണ്, പക്ഷേ ഭരണഘടനയെക്കുറിച്ചുള്ള സാക്ഷരത നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ പരിപാടി ഈ അടുത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്. ഈ വാർഡിനെ ഒരു പ്രത്യേക പഠന വിഷയമാക്കിക്കൊണ്ട് ആ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും, അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഭരണഘടനാ സാക്ഷരത നൽകുവാനുള്ള ഒരു വ്യത്യസ്തമായ പരിപാടി പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഈ മറ്റൊരു ഗ്രന്ഥശാല കൂടിയായ കസ്തൂർബ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം മലയിൻകീഴ് ഗവൺമെൻറ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വാർഡിനെ സമ്പൂർണ്ണമായി ഭരണഘടനാ സാക്ഷരതാ വാർഡിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്കതിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി NSS കോളേജിലെ NSS വിദ്യാർത്ഥികൾ ഭരണഘടനയുടെ ആമുഖം എല്ലാ വീടുകളിലേക്കും എത്തിക്കുകയും എല്ലാ വീടുകളിലെയും ചുവരുകളിൽ ഇന്ന് ഭരണഘടനയുടെ ആമുഖം ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാവർക്കും ഭരണഘടന പരിപൂർണമായും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചും നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ, എന്താണ് നമ്മുടെ ഭരണഘടനയെന്നും ഭരണഘടനയുടെ ആവശ്യം എന്താണെന്നും എങ്ങനെയാണ് ഭരണഘടന നിലനിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള വിവിധ ക്ലാസുകൾ നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഭരണഘടനാ സാക്ഷരതാ പദ്ധതിയിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ്.